അപ്പൊ ചേച്ചി കഴിഞ്ഞ പ്രാവശ്യം പാട്ടും പാടി ജയിച്ചു. ഇത്തവണ എന്താ അവസ്ഥ? ഇത്തവണയും പാട്ടും പാടി ജയിക്കും. നല്ല കോൺഫിഡൻസ് ആണ്. ഒപ്പം തന്നെ ഈ കഴിഞ്ഞ 5 വർഷം ചേച്ചി നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ കൊണ്ടുവന്നു എന്ന ആത്മവിശ്വാസമുണ്ട്. ഒപ്പം തന്നെ ഇനിയും 5 വർഷം കൂടെ കിട്ടിയാൽ എന്തൊക്കെയായിരിക്കും മനസ്സിലുള്ളത്? നമ്മൾ ഈ 5 വർഷം വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരിക്കലും ഒരു MLAക്ക് 5 വർഷം കൊണ്ട് നമ്മളുടെ വർക്കിലെല്ലാം പൂർത്തീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ നമുക്ക് എടുത്ത വർക്കുകളെല്ലാം പൂർത്തീകരിക്കണം എന്നുള്ളൊരു ഒരു ചിന്തയുണ്ട്. കാരണം നമ്മളത് ഏറ്റെടുത്തതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു 5 വർഷം കൂടെ കിട്ടുക നമ്മുടെ ഗവൺമെൻറ്റിനൊരു തുടർച്ചയുണ്ടാവുക. അതാണ് നമ്മുടെ ലക്ഷ്യം. ഒരു ഡ്രീം പ്രോജക്റ്റ് ഏതായിരുന്നു ഈ 5 വർഷത്തിൽ നടത്തിയതിൽ? അതിലേറ്റവും വലിയ പ്രോജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 106 കോടിയുടെ പെരുമ്പളം പാലായിരുന്നു. അത് വലിയ ഒരു പ്രോജക്റ്റായിരുന്നു നമ്മൾ ചെയ്തതിൽ ഏറ്റവും വലിയ പ്രോജക്റ്റാണ്. പിന്നെ 51 കോടിയുടെ ഒരു ആശുപത്രി കെട്ടിടം, അത് നമ്മുടെ പ്രോജക്റ്റ്. അത് നമുക്ക് വളരെ സന്തോഷം തന്നു. ആ ഒരു കെട്ടിടം ഉദ്ഘാടനം ചെയ്യാൻ പറ്റി. അതുപോലെ തന്നെ വിളക്കുമരം പാലം, അത് കാരണം ഇതൊക്കെ 2016-17 കാലഘട്ടത്തിൽ കല്ലിട്ടതാണ്. 2012 കല്ലിട്ട ഇനിയുള്ളത് നേരെകിട പാലം. അത് ഉദ്ഘാടനത്തിൻ്റെ ഘട്ടം വന്ന് നമ്മൾ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്ന് വന്ന സമയത്ത്, കാരണം അതിൻ്റെ അപ്രോച്ച് റോഡ് മാത്രം പൂർത്തീകരിച്ചാൽ മതിയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ലക്ഷ്യം വന്നു, പെരുമാറ്റച്ചട്ടം വന്നു, അതോടുകൂടി അത് അവിടെ സ്റ്റോപ്പായി. അതോടൊപ്പം തന്നെ ഇപ്പം അങ്ങയുടെ മണ്ഡലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട അരൂർ തുറവൂർ എലിവേറ്റഡ് ഹൈവേയുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിവാദങ്ങൾ നടക്കുന്നുണ്ട്. അതെ, അപ്പോൾ അതിൽ ഒരു MLA എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിൽ കൃത്യമായ ഇടപെടൽ നടത്താനായി എന്നുള്ളൊരു ആത്മവിശ്വാസം ഇപ്പോഴും? തീർച്ചയായിട്ടും ഉണ്ട്. ഞാൻ ഇപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട് പല പ്രാവശ്യം ഞാൻ നിയമസഭയിൽ എഴുന്നേറ്റ് നിന്നിട്ടുണ്ട്. കാരണം ജനങ്ങൾ വളരെയധികം വിഷമിക്കുന്നുണ്ട്. ഞങ്ങൾ ഈ ആ പാത എന്ന് പറഞ്ഞാൽ നമ്മളുടെ നാടിൻ്റെ ഒരു എന്താ പറയുക, ടൂറിസം വളരാനും നമ്മുടെ നാട് വളരാനും ഉള്ളതാണ്. അപ്പോൾ ഞങ്ങളാരും തടസ്സമൊന്നുമില്ല. പക്ഷേ ഈ എന്താ പറയുക, അതിൻ്റെ ഇരു സൈഡിലും കിടക്കുന്ന കടകമ്പോളങ്ങളാകട്ടെ, അവിടെ കൂടെ നടക്കുന്ന മനുഷ്യരാവട്ടെ, അവിടെ കൂടെ നടക്കുന്ന യാത്ര ചെയ്യുന്ന മനുഷ്യരാവട്ടെ, എല്ലാവരും ദുരിതത്തിലായിരുന്നു. അല്ല, അത് ചോദിക്കാൻ കാരണം MLAയുടെ ഭാഗത്ത് നിന്ന് DPR തയ്യാറാക്കിയപ്പോഴൊന്നും ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നൊരു ആക്ഷേപമുണ്ട്. ഇല്ല, ഞാനല്ലല്ലോ DPR തയ്യാറാക്കുന്ന സമയത്ത്, ഞാനല്ലായിരുന്നു. അത് വർഷങ്ങൾക്ക് മുന്നേ തീരുമാനമെടുത്തതാണ്. അല്ല, പിന്നീട് ഒരു ഇടപെടൽ ഉണ്ടായില്ല. DPR തയ്യാറാക്കുമ്പോൾ ഞാൻ ഇടപെട്ട് അതിൽ എന്ന് വെച്ചാൽ പിന്നെ നാഷണൽ ഹൈവേ അതോറിറ്റി അല്ലേ, അത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെതല്ലേ, നമ്മളുടെ ഭാഗമല്ലല്ലോ. DPR തയ്യാറാക്കി നമ്മൾ പോലും ശരിക്കും അത് വ്യക്തമായിട്ട് എന്നെ പോലും കാണിച്ചിട്ടില്ല. അത് തുടക്കം കുറിച്ച് കഴിഞ്ഞാൽ എൻ്റെ വരവ് മനസ്സിലായില്ലേ. അപ്പം നമ്മൾ നിസ്സഹായയായി പോകുന്ന ഒരവസ്ഥയിലോട്ട് അത് കടന്നു. കാരണം പ്രത്യേകിച്ച് വെള്ളക്കെട്ടാണ് പ്രശ്നം. ഏറ്റവും വലിയ പ്രശ്നം വെള്ളക്കെട്ട്. മഴക്കാലത്ത് നടക്കാൻ പറ്റില്ല, എത്ര ആക്സിഡൻ്റ് ഉണ്ടായി, വല്ലാത്ത വിഷമതകളിലായിരുന്നു ഞങ്ങൾ. ഇപ്പോൾ ഒരുവിധമൊക്കെ ശരിയായി വരുന്നു. ഇതിപ്പോൾ പൂർത്തീകരിക്കുന്ന കാലഘട്ടം വരുമ്പോൾ ഒരുപക്ഷെ പലരും അവകാശവാദം ഉന്നയിക്കുക, പിന്നെ എന്താ പറയുക, അങ്ങനെയൊക്കെ ഉണ്ടാവും, മനസ്സിലായോ. പക്ഷേ ആ പൂർത്തീകരണ കാലഘട്ടം വരെ മനുഷ്യൻ അനുഭവിക്കുന്ന കുറച്ച് യാതനകളുണ്ട്. ആ യാതനകളെല്ലാം ഞങ്ങൾ അനുഭവിച്ചു. ചേച്ചി, അതുപോലെ ഞങ്ങൾ ഇപ്പോൾ ഒരു ചെമ്മീൻ പീലിംഗ് ഷെഡിൽ പോയി. അപ്പോൾ അവിടെ സ്ത്രീകളായ ജീവനക്കാരാണ്. അപ്പോൾ അവരിൽ പലരും പറയുന്നത് അവർക്ക് കൂലി വളരെ കുറവാണ്. ഒരു പാത്രം കിള്ളി കഴിയുമ്പോൾ 39 രൂപ. അവർ പറയുന്നത് അവർ ഒരു സാമൂഹ്യ സുരക്ഷാ സ്കീമിലും ഇല്ല, ESI ഇല്ല, PF ഇല്ല. അപ്പം നമുക്ക് അങ്ങനെ ഇപ്പം സ്വിഗ്ഗി സൊമാറ്റോ ജീവനക്കാർക്ക് വരെ അതൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ നമ്മൾ. അപ്പം അവരെ കൂടെ ഇതിൻ്റെയൊക്കെ ഒരു ഭാഗമാക്കാനുള്ളൊരു നീക്കമൊക്കെ ഉണ്ടാവോ? നമ്മളിപ്പം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മൾ 60 വയസ്സിന് മേലുള്ളവർക്ക് എല്ലാവർക്കും പെൻഷനുണ്ട്. 2000 രൂപ വെച്ചും പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഇനി സ്ത്രീകൾക്ക് 35 വയസ്സിന് മേലുള്ളവർക്ക് ഇപ്പോൾ 1000 രൂപ വെച്ച് ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. ഇത്രയും കരുതലുള്ള ഗവൺമെൻറ് അവരെ ഉപേക്ഷിക്കുമെന്ന് തോന്നുന്നുണ്ടോ? അതാ ഞാൻ ചോദിച്ചത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊക്കെ എന്താ മനസ്സിലല്ല? അത് പ്രൈവറ്റ് സെക്ടർ ആണല്ലോ. നമ്മളുടെ അത് പിന്നെ ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലെ മുതലാളിമാർ നടത്തുന്ന, ഇപ്പോൾ ഇവർ നടത്തുന്ന സമയത്ത് ഇവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം തന്നെ ഇത് പുറം രാജ്യത്തേക്ക് കടത്തി പോകാനുള്ളതാണ്. നമ്മൾ കഴിക്കാനുള്ളതല്ലല്ലോ അവിടെ പീലിംഗ് ഷെഡുകളിൽ നടക്കുന്ന കാര്യം. ഈ പുറം രാജ്യം എന്ന് പറഞ്ഞാൽ ഇപ്പം യുദ്ധം നടക്കുന്ന കാലഘട്ടം, അമേരിക്ക പലതും തള്ളി, നമ്മളുടെ സാധനങ്ങൾ അങ്ങോട്ട് കടന്നു പോകുന്നില്ല. ഇങ്ങനത്തെ സാമ്പത്തിക ഒരു ടൈറ്റിലാണ് ഈ മുതലാളിമാർ നിൽക്കുന്നത്. ഈ പിന്നെ നമ്മൾ പുറം രാജ്യത്തേക്ക് കടത്തിവിടുന്ന, അതായത് എക്സ്പോർട്ട് ചെയ്യുന്ന മുതലാളിമാർ ഈ ഒരു സെക്ടറിലാണ് നിൽക്കുന്നത്. അപ്പം നമ്മൾ പൈസ കൂട്ടാൻ, ഞാൻ വരുന്ന കാലഘട്ടത്തിൽ ഞാൻ കയറുന്ന സമയത്ത് ഞാൻ നിയമസഭയിൽ എഴുന്നേറ്റ് നിന്ന് പീലിംഗ് ഷെഡ് തൊഴിലാളികളുടെ അവകാശങ്ങളെക്കുറിച്ച് ഞാൻ കറക്റ്റായിട്ട് വാദിച്ച വ്യക്തിയാണ്. അങ്ങനെ വാദിച്ചു. അതിൻ്റെ ഫലമായിട്ട് അന്ന് 15 രൂപയെ കൂലിയുള്ളൂ ഒരു ബേസിന്.
ഇവരൊരു ബേസൻ കിള്ളുമ്പോൾ 15 രൂപ. അതിലും വലിയ ദുരിതം അവർക്കുണ്ട്. അവരുടെ നടുവ് സ്ത്രീകളാണ്, നമുക്കറിയാലോ. നമ്മൾ ഒരുപാട് സ്ത്രീകൾക്കെന്ന് പറഞ്ഞാൽ സ്ത്രീയുടേതായ ഒരു ആരോടും പറയാൻ പറ്റാത്ത ധാരാളം പ്രശ്നങ്ങളുള്ളവരാണ് സ്ത്രീകൾ. എല്ലാവരും പ്രസവിച്ചതാണ്, പല ബുദ്ധിമുട്ടുകളുള്ളവർ ഉള്ള പ്രായമുള്ളവർ വരെ കുത്തിയിരുന്ന് ഈ പീലിംഗ് പൊളിക്കും. അതും തണുത്ത വെള്ളത്തിലാണ്, മനസ്സിലായില്ലേ? ഇത് കണ്ട് സങ്കടപ്പെടാത്തവളല്ല ഞാൻ. പക്ഷേ ഇവർ പൊളിക്കുന്ന സാധനം പുറം രാജ്യത്തേക്ക് പോകേണ്ടത്, അതാണ് അതിൻ്റെ വ്യത്യാസം. അത് കടത്തിവിടുന്നവനോട് നമ്മളിത് അവകാശപ്പെടുമ്പോൾ അവരുടെ ആവശ്യമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ യുദ്ധം നടക്കുന്നതുകൊണ്ട് ഇവരുടെ സാധനങ്ങൾ പൂർവാധികം കടന്നു പോകുന്നില്ല. ഇങ്ങനെ വരുമ്പോൾ നമ്മൾ പൈസ കൂട്ടണമെന്ന് ശടിച്ചു. അപ്പം ഞാൻ അന്ന് ശടിച്ചതിൻ്റെ പേർക്ക് 19.5 രൂപ ആക്കി. പീലിംഗ് ഷെഡ് തൊഴിലാളികളും സമരത്തിന് പോയി 19.5 രൂപ കൂലിയാക്കി. പക്ഷേ പിന്നീട് നമുക്കൊരു 22 അവർക്ക് കൊടുക്കണം ഒരു ബേസന് എന്നുള്ളതാണ് നമ്മുടെ ചിന്തകൾ. അപ്പം നമ്മളത് മീറ്റിംഗ് വിളിക്കാൻ നമ്മൾ തയ്യാറാണ്. നമ്മൾ ഇങ്ങനെയുള്ളവരെ വിളിച്ചപ്പോൾ ഈ മുതലാളിമാരെ വിളിച്ചു. അവർ പറയുന്നത് അവരുടെ കമ്പനി പൂട്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് പോകുന്നുണ്ട്. കാരണം വെച്ചാൽ പുറം രാജ്യം ഇപ്പോൾ യുദ്ധം നടക്കുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങൾ അവർ വളരെയധികം വിഷമിക്കുന്നുണ്ട്. അങ്ങനെയായാൽ അവർ കർണാടകയിലേക്കോ എങ്ങോട്ടെങ്കിലും മാറിയാലും ഈ സ്ത്രീകൾക്ക് ജോലി നഷ്ടപ്പെടും, മനസ്സിലായില്ലേ? അപ്പം നമ്മൾ അതിൽ വളരെ സൂക്ഷിച്ചാണ് ഇടപെടുന്നത്. അത് നമ്മൾ തീർച്ചയായിട്ടും, കാരണം ഞാനൊരു സ്ത്രീയല്ലേ, എൻ്റെ സ്ത്രീകൾക്കുള്ള വിഷമതകളെല്ലാം എനിക്കറിയാവുന്നതല്ലേ. അതെ, സ്ത്രീ എന്ന് പറയുമ്പോഴാണ് ഇപ്പം അങ്ങയുടെ ഓപ്പോസിറ്റ് കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് ഷാനിമോൾ ഉസ്മാൻ ആണ്. അതെ, അപ്പം ഒരു ടൈറ്റ് കോമ്പറ്റീഷൻ ഇവിടെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? അവരുടെ ഭാഗത്തുനിന്ന് അവരും വിഷമൊക്കെ ഓടുന്നുണ്ട്, ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് ഓടുന്നുണ്ട്. അതായത് ഇവിടെ ചെയ്ത പദ്ധതികളൊക്കെ വോട്ടായി മാറും എന്നുള്ള പ്രതീക്ഷയാണ്. കാരണം ജനങ്ങൾക്ക് നമ്മളെല്ലാം ചെയ്തുകൊണ്ടാണ് നമ്മൾ അഭ്യർത്ഥിക്കുന്നതല്ലോ വോട്ട്. അപ്പോൾ അവരെ ഒരിക്കലും ചതിച്ചോ വഞ്ചിച്ചിട്ടൊന്നുമല്ല. ഈ ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മൾക്ക് ഇവിടെ എന്ന് പറഞ്ഞാൽ നിപ്പയും ഈ ഒരു 10 വർഷക്കാലം നിങ്ങൾ എടുക്കൂ. നമുക്ക് നിപ്പ വന്നു, കോവിഡ് വന്നു, കൊടുങ്കാറ്റ് വന്നു, വെള്ളപ്പൊക്കം വന്നു, മലയിടിഞ്ഞു പോന്നു. ഇങ്ങനെ ഒരവസ്ഥ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടോ? ഇതിനു മുന്നേ ഒരു അരനൂറ്റാണ്ട് നിങ്ങൾ പിന്നിലേക്ക് നോക്കൂ. ആ സമയത്ത് എത്ര വികസനം നടത്തിയോ അതിൻ്റെ 10 മടങ്ങ് വികസന പ്രവർത്തനങ്ങളാണ് ഈ ഒരു അവസ്ഥയിൽ നിന്ന് ഈ ഒരു ഗവൺമെൻറ് ഏറ്റെടുത്ത് ചെയ്യുന്നത്. അപ്പം അതിനെ കാണാതെ പോകുന്ന ജനങ്ങളാവില്ലല്ലോ, അവരത് വിശ്വസിക്കുന്നുണ്ടല്ലോ, അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ. അതെ, LDF ആണെങ്കിൽ ഇത്തവണ വനിതകൾക്ക് ഒരുപാട് പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സ്ഥാനാർത്ഥികളുണ്ട്. അപ്പം അതിൻ്റെ ഭാഗമല്ലേ ഞാനും. ആലോചിച്ച് നോക്കൂ, ഒരു തല്ലുപിടുത്തയിലോ വഴക്കിലോ ഒന്നുമില്ല. നമ്മൾ നേതൃസ്ഥാനത്ത് നിന്ന് ആര് പറയുന്നു അതനുസരിക്കുക എന്നുള്ളത് മാത്രമേ. അല്ലാതെ ഇതിനുള്ളൊരു ആഗ്രഹങ്ങളെന്ന് പോലും ഞാനൊന്നും ആഗ്രഹിച്ചിട്ട് പോലും ഇല്ല. ഇപ്പം 2ാം ടേം ഞാൻ ആഗ്രഹിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ അങ്ങനെയല്ല. നമ്മളുടെ നേതൃസ്ഥാനത്ത് എന്തു പറയുന്നു അതനുസരിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിച്ചു വെക്കുന്നത്. അങ്ങനെയാണ് ഞങ്ങളുടെ ഒരു പ്രസ്ഥാനത്തിൻ്റെ സിസ്റ്റം. ചേച്ചിയെ ലോകത്തിന്റെ ഏത് ഭാഗത്ത് വെച്ച് കണ്ടാലും, ഈ അരൂരിൽ വെച്ച് കണ്ടാലും ഏറ്റവും സ്നേഹത്തോടു കൂടി ഇന്ന് വരെ മുഖം കറുത്ത് ഞാൻ കണ്ടിട്ടില്ല. പലയിടങ്ങളിൽ വെച്ച് ചേച്ചി അറിയാതെ ചേച്ചിയെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ 5 വർഷം കൊണ്ട് ചേച്ചിക്ക് ഒരു രാഷ്ട്രീയക്കാരി ആകാൻ പറ്റിയിട്ടുണ്ടോ? മീൻസ് രാഷ്ട്രീയക്കാരി നേരത്തെ തന്നെ പ്രവർത്തനം ഉണ്ടായിരുന്നു, മനസ്സുകൊണ്ട് ഒരു രാഷ്ട്രീയക്കാരി ആകാൻ പറ്റിയിട്ടുണ്ടോ? രാഷ്ട്രീയക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പൂർണ്ണമായിട്ട് രാഷ്ട്രീയക്കാരി, അതിലൊരു നുണ വീരും. കാരണം പൂർണ്ണമായിട്ട് ഞാൻ രാഷ്ട്രീയക്കാരിയല്ല, ഞാനൊരു കലാകാരി കൂടിയാണ്. അതാണല്ലോ അതിൻ്റെതായ സത്യം. പക്ഷേ എൻ്റെ സഖാക്കൾക്ക് വേണ്ടി ഞാൻ അത് എടുത്തണിയും, മനസ്സിലായില്ലേ? എൻ്റെ സഖാക്കൾക്ക് വേണ്ടിയാണ് ഇന്നിപ്പോൾ ഞാൻ ജീവിക്കുന്നത്. എൻ്റെ സഖാക്കൾക്കും ജനങ്ങൾക്കും വേണ്ടിയാണ്. ജനങ്ങളുടെ മുന്നിൽ വരുമ്പോൾ ഞാനൊരു ജനപ്രതിനിധി ആവണമല്ലോ, അതല്ലേ അതിൻ്റെ സത്യസന്ധത. അപ്പം അത് പാലിക്കാൻ ഞാൻ കൃത്യമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ വ്യത്യാസം. നമുക്ക് ഈ മണ്ഡലത്തിൽ മത്സ്യബന്ധന മേഖലയുണ്ട്, കുടിവെള്ളം കിട്ടാത്ത പ്രശ്നമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് അതുപോലെ തന്നെ വ്യവസായ മേഖലയുണ്ട്, പിന്നെ ഈ പറയുന്നത് പോലെ തീരദേശ കായൽ കടലെല്ലാം ചേർന്ന് കിടക്കുന്ന 3 ജില്ലകളുടെ അതിർത്തിയായിട്ടുണ്ട്. ഇനി പെരുമ്പളത്തെയൊക്കെ ഒരു ടൂറിസം കേന്ദ്രമായിട്ടൊക്കെ വളർത്തണം എന്നൊക്കെയുള്ള സ്വപ്നമുണ്ടോ? അവരുടെ എത്രയോ തലമുറകളുടെ ഒരു ദുരിതം ഇപ്പൊ മാറിയിരിക്കുകയാണ്. അതെ, ടൂറിസം വളരാൻ പോവുകയാണല്ലോ. കാരണം വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള ഫോറിനേഴ്സ് അവിടെ വന്ന്, ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ദിവസം പോയപ്പോൾ സൈക്ലിംഗ്, ഇവരെല്ലാവരും സൈക്കിൾ ചവിട്ടിക്കൊണ്ട് പോയി ഈ പാലത്തിൽ കൂടെ. എനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഇതൊക്കെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്ന അത്ഭുതങ്ങളല്ലേ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം, അതായത് പിന്നെ വേമ്പനാട് കുറിയെ കടക്കുന്ന ഏറ്റവും നീളം കൂടിയ അതിമനോഹരമായൊരു പാലം നമുക്ക് നിർമ്മിക്കുവാൻ സാധിച്ചു. അത് ലോക ശ്രദ്ധ ആകർഷിച്ചു. അതാണ് അതിൻ്റെ വ്യത്യാസം. ഈ ടൂറിസ്റ്റുകൾ വരിക എന്ന് പറഞ്ഞാൽ ലോക ശ്രദ്ധ ആകർഷിക്കാൻ. ആ ഒരു കൊച്ചു ഗ്രാമം മാറാൻ പോവുകയാണ്. വലിയ മാറ്റങ്ങൾക്ക് തുടക്കം കുറിച്ച് കഴിഞ്ഞു. ഇപ്പോൾ കെട്ടിടങ്ങളായി, ഇപ്പോൾ പലരും സ്ഥലങ്ങൾ മേടിച്ചിട്ടു,
ഇനിയിപ്പോൾ കടകമ്പോളങ്ങളായി, മനസ്സിലായി, അവിടെയുള്ള മനുഷ്യർക്ക് അതൊന്നും എന്താ പറയുക, ഒരു വീട് വയ്ക്കണമെങ്കിൽ അവർ എന്താ ചെറുവള്ളത്തിൽ ഈ സാധനങ്ങൾ കയറ്റിക്കൊണ്ട് വന്ന് അതൊരു ട്രോളിയിൽ തള്ളി കൊണ്ടുപോയിട്ട് വേണം അവർക്കൊരു വീട് വയ്ക്കാൻ. അതിനെല്ലാം മാറ്റങ്ങൾ ഉണ്ടായില്ലേ? ഒരു തലമുറകളായിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാതെ കല്യാണം മുടങ്ങിയിട്ടുണ്ട്, പിന്നെ ചെറുപ്പക്കാരുടെ കല്യാണം മുടങ്ങിയിട്ടുണ്ട്. അതെ അതെ. ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ. ഇപ്പോൾ ഏറെ ചർച്ചയാകുന്ന ഒരു വിഷയമാണ് LDF-ൽ, അതോടൊപ്പം തന്നെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളും പൊതുസമൂഹവും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഇനി LDF അധികാരത്തിൽ വന്ന ഒരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകുമോ എന്നുള്ളത്. അത് ഞങ്ങളുടെ അത് എന്നോട് ചോദിച്ചാൽ ഞാൻ അതിനെന്ത് ഉത്തരം പറയാനാണ്? ഞങ്ങൾക്ക് വനിതകൾക്ക് ഏറ്റവും പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ ഇടതുപക്ഷ സർക്കാർ, മനസ്സിലായല്ലോ. അപ്പം അത് ഞങ്ങളുടെ നേതൃസ്ഥാനം എന്ത് തീരുമാനിക്കുന്നു അതേ നടപ്പിലാവുകയുള്ളൂ, മനസ്സിലായി. നേതൃസ്ഥാനം ഞങ്ങൾക്ക് അവർക്ക് അതിൻ്റേതായ ആർജവമുണ്ട്. ഇന്നലെയോ ഇന്നോ വന്ന ഞാനല്ല അതിന് അഭിപ്രായം പറയേണ്ടത്, മനസ്സിലായി. ഞാൻ ഇന്നലെ വന്നൊരു വ്യക്തി, അപ്പം അതിന് ഞാൻ അഭിപ്രായം പറയാൻ കൂടെ ആളല്ല, അത് അവർ തീരുമാനിക്കും, മനസ്സിലായോ. എന്നാലും നമ്മുടെയൊക്കെ മനസ്സിലുണ്ട് ചേച്ചി, നമുക്കൊരു 70 വനിതാ MLA-മാരും ഒരു വനിതാ മുഖ്യമന്ത്രിയും വരുന്ന ഒരു കേരളം എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷവും അഭിമാനവും ഒക്കെ. അത് അഭിമാനമാണ്, അതൊക്കെ വരും, അത് വരും. ഇത്രയൊക്കെ വനിതകളെ കൊണ്ടുവരാമെങ്കിലാണോ ഇതൊക്കെ സംഭവിക്കാതിരിക്കാൻ പോകുന്നത്? തീർച്ചയായും. അപ്പോൾ ഒരു കലാകാരി ആണെങ്കിലും ഒരു രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് വന്ന് കഴിഞ്ഞ 5 വർഷം കൊണ്ട് കരുത്തുറ്റ ഒരു രീതിയിലേക്കൊക്കെ മാറാനായിട്ടുണ്ട്. അപ്പം ഇനിയും കൂടുതൽ കരുത്തുറ്റ ഒരു രാഷ്ട്രീയ നേതാവാകട്ടെ, ജനപ്രതിനിധി ആകട്ടെ എന്ന് തന്നെ ഞങ്ങളും ആശംസിക്കുകയാണ്. സന്തോഷം. ചേച്ചി പാട്ട് പാടിയില്ല. അതെ, പാട്ട് പാടില്ല. അപ്പൊ നമുക്കൊരു പാട്ട് കൊണ്ട് അവസാനിപ്പിക്കാം. പാട്ടാണത് പ്രശ്നം. പാട്ട് തന്നെയും പിന്നെ കേട്ട പാട്ട് തന്നെയാണല്ലോ എപ്പോഴും പാടുന്നത്. ചേച്ചി പാടിയ പാട്ട് തന്നെ പാടിയാൽ മതി. ആണല്ലേ? എനിക്കിഷ്ടമുള്ള പാട്ടാണ് ഞാൻ പാടിയതിൽ. ഈ തെന്നലും തിങ്കളും പൂക്കളും നീയും ഈരാവും എന്നുമെൻ കൂടെയുണ്ടെങ്കിൽ ഈ പൂങ്കുയിൽ പാട്ടിലെ ഈണവും നീയും ഈ നോവും എന്നുമെൻ കൂട്ടിനുണ്ടെങ്കിൽ. ചേച്ചി ഒരിക്കൽ കൂടെ പാട്ട് പാടില്ല. അപ്പൊ എല്ലാവിധ ആശംസകളും നേരെയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.